തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേലമഹോത്സവവും ഈ മാസം 20-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഉല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അലങ്കാര ഗോപുരം, ക്ഷേത്രം റോഡ് എന്നിവയുടെ സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ക്ഷേത്രം ഉപദേശക സമിതി ചെയർമാൻ TS അനന്തരാമൻ, കല്യാൺ സിൽക്സ് CMD TS പട്ടാഭിരാമൻ, ക്ഷേത്രം രക്ഷാധികാരി സിദ്ധാർത്ഥ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് നിർവഹിക്കും. ക്ഷേത്രക്ഷേമ സമിതി അംഗങ്ങളിൽ 84 വയസ്സ് പൂർത്തീകരിച്ചവരെയും 50-ാം വിവാഹ വാർഷികം കഴിഞ്ഞ ദമ്പതികളെയും ചടങ്ങിൽ ആദരിക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ കോർത്തിണക്കിയ ജോൺസൺ മാസ്റ്റർ ഗാനോത്സവം എന്ന പരിപാടിയും ഉണ്ടായിരിക്കും. ജനുവരി 19-ന് വൈകിട്ട് ചമയ പ്രദർശനം ആരംഭിക്കും. വേലദിനമായ ജനുവരി 20-ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വേലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടൊപ്പം നവകം, പഞ്ചഗവ്യം എന്നിവ നടക്കും. രാവിലെ 9:30 മുതൽ 11:30 വരെ ശീവേലി എഴുന്നള്ളിപ്പിൽ തൃക്കൂർ രാജന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. 10 മുതൽ പ്രസാദഊട്ട്, വൈകിട്ട് 6:30 മുതൽ 9:30 വരെ കാഴ്ച ശീവേലി, കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ഡിമേളം, തുടർന്ന് 7-ന് കുടമാറ്റം, 7:15-ന് വേലകളി, 9:45-ന് വെടിക്കെട്ട്, ജനുവരി 21-ന് പുലർച്ചെ 4:30 മുതൽ കൂട്ടിയെഴുന്നള്ളിപ്പ്, തുടർന്ന് 10:30-ന് വലിയ ഗുരുതിയോടെ 7 ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും. ജനുവരി 27 തിങ്കളാഴ്ച നടതുറപ്പ് മഹോത്സവം നടക്കും. രാവിലെ 9-ന് ബാലതാരം ദേവനന്ദ ഭദ്രദീപം തെളിയിക്കും. വാർത്താസമ്മേളനത്തിൽ മതിക്കുന്ന് ക്ഷേത്രക്ഷേമ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ അറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ പുരോഗമന പ്രവർത്തനങ്ങള് ഈ വർഷം ഒരു 50 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന ഒരു അലങ്കാര ഗോപുരവും റോഡ് 11 മീറ്റർ വീതിയിലും 100 മീറ്റർ നീളത്തിലും ഒരു റോഡും നിർമ്മിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന 17-ാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് നാളെ നമ്മളുടെ ക്ഷേത്രം രക്ഷാധികാരിയും ഉപദേശ സമിതി അംഗങ്ങളും കൂടി നിർവഹിക്കുകയാണ്. ക്ഷേത്രം ഉപദേശ സമിതിയുടെ ചെയർമാനായ TS പട്ടാഭിരാമൻ, അതുപോലെ തന്നെ TS പട്ടാഭിരാമനും TS അനന്തരാമനും കൂടി നിർവഹിക്കുകയാണ്.